നമ്മൾ ഓമന മേമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് പോവാണ്. വേലു ഓമന എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയാണ്. അമ്മയുടെ അനിയൻ കാറുമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വേലൂരെത്തി. അപ്പോൾ എല്ലാവരും സെറ്റ് സാരി എടുത്ത് വരണമെന്ന് ഓമനമ്മ ഓൾറെഡി ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവളെ ഫീഡ് ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് സെറ്റ് സാരി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഗോൾഡൻ ഒപ്പിച്ചാണ് ഞാൻ ആ ഒരു ചുരിദാർ ഇട്ടുണ്ടായിരുന്നത്. സെറ്റ് സാരി കൊടുത്തുകൊണ്ട് വരാത്തവർക്കൊക്കെ അവിടെ നിന്നുള്ള സാരിയൊക്കെ കൊടുത്ത് ഓമനമ്മ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് വന്നു. നമ്മുടെ ഡെക്കറേഷനൊക്കെ ഇതാണ്. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടുകാർ മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നു. അമ്മയും ഇവർ മക്കൾ 7 മക്കളാണ്. അതുപോലെ തന്നെ പേപ്പൻ്റെ അടുത്ത റിലേറ്റീവ്സ് മാത്രമാണ് പരിപാടിക്കുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു. കേക്ക് മുറിക്കാനായിട്ട് പോവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ബിരിയാണി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ അടുത്തൊരു പാടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചേട്ടയും ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് പോയത്. ഞാനും ചേട്ടയും പിന്നെ എന്നോഷും എൻ്റെ അനിയത്തി. ഞങ്ങൾ 4 പേരും അവിടെ പാടത്തൊക്കെ പോയി കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. വെയിലുണ്ടായിരുന്നു, എന്നാലും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ പാടത്തിപ്പോൾ കൊയ്ത്തൊന്നുമില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്നു. ഡ്രസ്സൊക്കെ മാറി ഞാനൊരു എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവരുടെ അമ്മ. ഇതൊക്കെ ഡ്രസ്സ് മാറുന്നതിന് മുന്നത്തെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഈ സാരി ഓമനമ്മയുടെ കല്യാണ സാരിയാണ്. 25 വർഷങ്ങൾക്ക് ശേഷം മേമ വീണ്ടും കല്യാണ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് നേരെ പോയത് ഇവിടെ അടുത്തൊരു പുഴയുണ്ടെന്നാണ്. പുഴയിലോട്ട് പോയി. അപ്പം നമ്മുടെ മിനി ആൻറ്റിയുടെ മോൻ ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചൂണ്ടയ്ക്ക് ഇട്ടൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് എല്ലാവരും. അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഷോർട്ട് വേണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ UK അവരിന്ന് തിരിച്ച് പോവാണ്. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടി യാത്ര പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. ഒരു നല്ല അടിപൊളി ദിവസമായിരുന്നു.